Meet the editors. ചോദ്യം ഇതാണ്, സഭാതലം ഇന്ന് തിളച്ചു. ചർച്ചയിലേക്ക് എത്താം. അല്പസമയത്തിനുള്ളിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ് മീറ്റാണ് എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രസ് മീറ്റാണ്. വളരെ നിർണായകമായ പ്രഖ്യാപനം ഈ പ്രസ് മീറ്റിൽ ഉണ്ടാകുമെന്ന് കരുതുന്നു. ഇപ്പോൾ ക്യാബിനറ്റ് നടക്കുകയായിരുന്നു. ക്യാബിനറ്റിനു ശേഷം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ മാധ്യമങ്ങളെ കാണാൻ പോവുകയാണ്. നമുക്ക് കെ രാജൻ മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് ആ വാർത്തയിലേക്ക് എത്താം. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ് മീറ്റാണ്. വളരെ നിർണായകമായൊരു തീരുമാനം ക്യാബിനറ്റ് എടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ അറിയുന്നു. അത് മിനിസ്റ്റർ തന്നെ അല്പസമയത്തിനുള്ളിൽ പ്രേക്ഷകരെ അറിയിക്കും. നമ്മളിനി ചർച്ചയൊന്ന് തുടങ്ങി വെച്ചാൽ ജിമിയിൽ നിന്ന് നമുക്കൊപ്പം പി ആർ സുനിൽ കൂടി ചേരുന്നുണ്ട്, ഡൽഹിയിൽ നിന്നും ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനം വഴി. വെൽക്കം പി ആർ സുനിൽ, ഗുഡ് ഈവനിങ്. അപ്പോൾ ജിമിയിൽ നിന്ന്, ജിമി, ഇന്ന് പല വിഷയങ്ങളാണ് സഭയിൽ വന്നത്. യഥാർത്ഥത്തിൽ അടിയന്തര പ്രമേയത്തിലുള്ള വിഷയം വെളപ്പിൽശാല ആരോഗ്യ കേന്ദ്രത്തിൽ സംഭവിച്ച വീഴ്ചയെ മുൻനിർത്തിക്കൊണ്ടുള്ള നോട്ടീസാണ് കൊടുത്തതെങ്കിൽ പോലും, അത് ചർച്ചയ്ക്കെടുത്തതെങ്കിൽ പോലും, ശിവൻകുട്ടിയുമായി ബന്ധപ്പെട്ട വിഷയം, PM-ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ ഇന്ന് ചർച്ച വന്നു. സഭാതലം തിളച്ചു. സഭാതലം തിളയ്ക്കാനുള്ള ഏറ്റവും അവസാനത്തെ അവസരത്തിൽ ഒരു തരത്തിലും അതിൽ ആരും ഒരു കുറവ് വരുത്തിയില്ലെന്ന് മാത്രമല്ല, നാളെ ബജറ്റാണ്. ഇന്നിപ്പോൾ കെ രാജൻ്റെ പത്രസമ്മേളനം പോലും ഈ തിളയ്ക്കലിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കാണ് പോകുന്നത്. ഇന്ന് സഭയിൽ വന്ന വിഷയങ്ങളെല്ലാം വളരെ വൈകാരികമായി പ്രതിപക്ഷം ഉയർത്തുക, അതിനെ കണക്കുകൊണ്ട് പ്രതിരോധിക്കാൻ ഭരണപക്ഷം ശ്രമിക്കുക, ഇതെല്ലാം ഉണ്ടായത്. അതിന് ഏറ്റവും ഗംഭീരമായ ഒരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ കാണിച്ച ആ CCTV ദൃശ്യങ്ങളിൽ. തിരുവനന്തപുരത്ത് ബിസ്മീർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ശ്വാസം കിട്ടാതെ പിടയുന്ന സംഭവത്തിൽ വെറും 2 മിനിറ്റിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടായുള്ളൂ എന്ന് പറയുന്ന മന്ത്രിയുടെ കണക്ക് 100% ശരിയാണ്, ടെക്നിക്കലി പെർഫെക്റ്റ് ആണ്. പക്ഷേ ആ ഹോസ്പിറ്റലിൻ്റെ ആ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൻ്റെ വാതിലടച്ചിട്ടിരുന്നു. 2 മിനിറ്റ് താമസിച്ചു എന്നുള്ളത് ഇപ്പോൾ വളരെ ഗുരുതരമായ ഒരു രോഗമായിരുന്നു. ആ 2 മിനിറ്റ് ചിലപ്പോൾ 1 മിനിറ്റ് പോലും വളരെ നിർണായകമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയില്ല, പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് വന്നിരിക്കുന്നത്. ആ 2 മിനിറ്റ് കൊണ്ട് ആ ജീവൻ രക്ഷിക്കാൻ പറ്റുമായിരുന്നു. അതല്ല, ഇദ്ദേഹത്തിന് വളരെ ഗൗരവമായ അസുഖം പിന്നീടാണ് കൂടിയത് എന്നാണ്, നമുക്കറിയില്ല. പക്ഷേ ടെക്നിക്കലി മന്ത്രി പറഞ്ഞത് ശരിയാണ്, 2 മിനിറ്റ് വളരെ ചെറിയൊരു സമയമാണ് നമുക്കിപ്പോൾ പറയുന്നു. പക്ഷേ ആ വാതിലടച്ചിട്ടതിന് പറഞ്ഞ ന്യായം ഒരു തരത്തിൽ നമുക്ക് അംഗീകരിക്കാനാവില്ല. പട്ടി വരും, അതുകൊണ്ട് ആശുപത്രിയുടെ ഗേറ്റ് അടച്ചിടും. കള്ളന്മാരുണ്ട്, അതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ അടച്ചിടും ഗേറ്റ് അടച്ചിടും എന്ന് പറയുന്നത് പോലെ അത് അത്ര ശരിയായ ഒരു കാര്യമല്ല എന്നുള്ളതാണ്. നമുക്ക് വൈകാരികമായതും കണക്കും വെച്ചുള്ള കളിയുടെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം. പക്ഷേ സഭയിൽ ഇന്ന് പലരും ശ്രദ്ധിക്കാതെ പോയത് എനിക്ക് വളരെ കൗതുകകരമായി തോന്നിയത്, അടുത്ത തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള കരുക്കൾ ശേഖരിക്കുകയായിരുന്നു സഭയിൽ കഴിഞ്ഞ 2-3 ദിവസമായി. ഇപ്പോഴും അതുതന്നെയാണ്. ഇന്ന് സഭയിൽ ചോദ്യോത്തരവേളയിൽ ഒരു രസകരമായ ഒരു ചോദ്യം 4 MLA-മാർ ചോദിക്കുകയുണ്ടായി. അത് എൽദോസ് കുന്നപ്പള്ളി, റോജയും ജോൺ, CR മഹേഷും K ബാബുവാണ് ചോദിച്ചത്. ചോദ്യം എന്താണെന്നറിയാമോ? 2016 മുതൽ 2021 വരെ ശബരിമലയിലെ ബന്ധപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ യോഗത്തിൽ ദേവസ്വം മന്ത്രി പങ്കെടുത്തിട്ടുണ്ടോ, ഏതൊക്കെ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, അതിൻ്റെ വിശദാംശങ്ങൾ വേണം എന്നുള്ളതായിരുന്നു. അപ്പോൾ മറുപടി, അങ്ങനെ ഒരു മന്ത്രിക്കും പങ്കെടുക്കാൻ പറ്റില്ല, അത് ദേവസ്വം ബോർഡിൻ്റെ യോഗമാണ്, ദേവസ്വം ബോർഡിൻ്റെ യോഗത്തിൽ മന്ത്രിമാർ പങ്കെടുക്കാറില്ല. അപ്പോൾ ആ ചോദ്യം ചോദിച്ചത് എൽദോസ് കുന്നപ്പള്ളി, റോജിയം ജോണുമാണ്, 2016 മുതൽ 2021 വരെ. അപ്പോൾ CR മഹേഷിൻ്റെയും K ബാബുവിൻ്റെയും ചോദ്യം 2021 മുതൽ 2026 വരെ, അതേ വരിയാണ്, ഡേറ്റ് മാത്രം മാറ്റിയിട്ട് ഏതെങ്കിലും മന്ത്രിമാർ, പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് മന്ത്രി അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ വിശദാംശങ്ങൾ ലഭ്യമാക്കാമോ? അതേ ഉത്തരം. നോക്കൂ, തെളിവുകൾ ശേഖരിക്കുകയാണ്. ഇനി എങ്ങാനും മന്ത്രി പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊരു പിടിവള്ളി ഇരിക്കട്ടെ. കാരണം സഭയിൽ പറയുന്ന ചോദ്യോത്തരം വെച്ചിട്ടാണ് പിന്നീടുള്ള യുദ്ധം മുഴുവൻ. ഇന്ന് ആരോഗ്യമന്ത്രി നിയമസഭയിൽ പ്രതിപക്ഷത്തിനെതിരെ പറഞ്ഞത് മുഴുവൻ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ സഭയിൽ പ്രതിപക്ഷം ചോദിച്ച ചോദ്യത്തിന് അതിന് മന്ത്രിമാർ പറഞ്ഞ മറുപടിയാണ്. ഉദാഹരണത്തിന് ഗർഭിണികളായ സ്ത്രീകൾ. ഞാൻ ഒന്ന് തടസ്സപ്പെടുത്തിക്കോട്ടെ, എനിക്കറിയാം നല്ല ഫ്ലുവൻ്റ് ആയിട്ട് വന്നതാണ്. മിനിസ്റ്ററുടെ പ്രസ് മീറ്റിലേക്ക് ഒന്ന് പോകണം. വെൽക്കം ബാക്ക്. സഭാതലം തിളച്ചോ എന്നാണ് ചോദ്യം. നമുക്ക് ഒന്ന് PR സുനിലേക്ക് പോകാം. PR സുനിലുണ്ട്. PR സുനിൽ, ഇന്ന് സഭാതലം തിളച്ചോ? ഞാൻ ആലോചിക്കുന്നത് സഭാ കവാടത്തിലിരിക്കുന്ന 2 MLA-മാരെ കുറിച്ചാണ്. സ്വർണ്ണക്കൊള്ള ഉയർത്തിയാണല്ലോ ഈ സഭാ സമ്മേളനത്തിന് മുന്നോടിയായി 2 MLA-മാർ, CR മഹേഷും നജീബ് കാന്തപുരവും, അല്ലെ? ഇവർ രണ്ടുപേരും കൊതുകടിയും കൊണ്ട് നിയമസഭാ കവാടത്തിൽ ഇരിക്കുകയാണ്. ഇവരെക്കുറിച്ച് പോലും പ്രതിപക്ഷത്തിന് ചിന്തയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ ഒരു വിഷയം പോലും കേരളത്തിൽ ചർച്ചയാക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കുന്നുണ്ടോ എന്നത് എനിക്ക് സംശയമാണ്. ആ അർത്ഥത്തിൽ നിയമസഭയ്ക്കുള്ളിൽ ഞാൻ കാണുന്നത് പ്രതിപക്ഷം എന്താ പറയാ
ഒരു ഊർജിതമല്ലാത്ത അല്ലെങ്കിൽ പ്രതിപക്ഷം ദുർബലമാകുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് കേരള നിയമസഭയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചും യു ഡി എഫിനെ സംബന്ധിച്ചും എനിക്ക് പറയാനുള്ളത്. നമുക്ക് കഴിഞ്ഞ 6 മാസമായി കേരളത്തിൽ UDF ഉയർത്തുന്ന ഒരു വിഷയമാണ് സ്വർണ്ണക്കൊള്ള. പക്ഷേ അതിന്റെ കൂടുതൽ അന്വേഷണ സാഹചര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വന്നപ്പോൾ നമ്മൾ കാണുന്നത് UDF കൂടി ഉത്തരവാദിത്വമുള്ള ഒരു സ്വർണ്ണക്കൊള്ളയായി അത് മാറുകയാണ്. പക്ഷെ അപ്പോഴും ആ വിഷയം ചർച്ചയാക്കാനും അത് വലിയ പ്രതിഷേധമാക്കാനും കോൺഗ്രസും UDF ഒക്കെ കേരളത്തിൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം ഫലം കാണുന്നുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ആ അർത്ഥത്തിൽ കോൺഗ്രസിനും UDF ഒക്കെ തന്നെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കി എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നത് വലിയ ചോദ്യമാണ്. ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ സാഹചര്യം പരിശോധിച്ചാലും ഇതുപോലെ തന്നെയാണ്. VBG റാംജി ബില്ല് പാർലമെന്റ് പാസാക്കിയപ്പോൾ അന്ന് അർദ്ധരാത്രിയിലാണ് ആ ബില്ല് പാസാക്കിയത്. അന്ന് പൊടിയും തട്ടി കുറെ മുദ്രാവാക്യം മുഴക്കി കോൺഗ്രസുകാരൊക്കെ പോയി. പക്ഷേ പിന്നീട് അന്ന് രാത്രി തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങളൊക്കെ ആ കൊടും തണുപ്പിൽ പാർലമെന്റ് കവാടത്തിൽ കുത്തിയിരുന്ന് രാത്രി മുഴുവൻ സമരം നടത്തി. പക്ഷേ ദേശീയ പ്രക്ഷോഭമൊക്കെ അതിനുശേഷം പ്രഖ്യാപിച്ച കോൺഗ്രസിന് എവിടെയും കാണാനില്ലാത്തൊരു സാഹചര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരള നിയമസഭയിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്, ബജറ്റ് സമ്മേളനമാണ്. ഈ ബജറ്റ് സമ്മേളനത്തിൽ ഇന്ന് കേരള നിയമസഭയിൽ അവതരിപ്പിച്ചത് സാമ്പത്തിക സർവേയാണ്. നോക്കൂ, സാമ്പത്തിക സർവേ എന്ന് പറയുന്നത് കേരളത്തിന്റെ സാമ്പത്തിക സാഹചര്യങ്ങളെ കുറിച്ച് വിശകലനം ചെയ്തുള്ള ഒരു റിപ്പോർട്ടാണല്ലോ. ആ സാമ്പത്തിക സർവേയുമായി എന്തെങ്കിലും ഒരു വിഷയം വിശകലനം ചെയ്യാനോ ആ വിഷയത്തിൽ എന്തെങ്കിലും കാര്യപ്രാപ്തിയുള്ള വിഷയങ്ങൾ ഉയർത്താനോ പ്രതിപക്ഷം കേരളത്തിൽ ശ്രമിച്ചിട്ടുണ്ടോ എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കേരളത്തിന്റെ കാർഷിക സാഹചര്യം, കാർഷിക മേഖലയുടെ അവസ്ഥ എന്താണ്, കേരളത്തിന്റെ സാമ്പത്തിക സാഹചര്യങ്ങൾ എന്താണ്, വയനാട്ടിലെയും ഇടുക്കിയിലെയും ഈ നാണ്യവിളകളുടെ സാഹചര്യം എന്താണ്, വന്യമൃഗ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കേരളത്തിന്റെ പൊതു സാഹചര്യം എന്താണ്, അതുമൂലം അനുഭവിക്കുന്ന സാധാരണക്കാരുടെ പ്രശ്നങ്ങളെപ്പറ്റി എന്തൊക്കെ വിഷയങ്ങളാണ് കേരളത്തിൽ പ്രതിപക്ഷം ഉയർത്തുന്നത്. അത്തരത്തിൽ പൊതുവിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ കേരളത്തിൽ പ്രതിപക്ഷത്തിന് സാധിക്കുന്നുണ്ടോ എന്നത് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. കഴിഞ്ഞ ദിവസം ഇന്നലെയാണല്ലോ ഇന്ത്യ യൂറോപ്യൻ യൂണിയനുമായി വലിയ വ്യാപാര കരാർ ഒപ്പുവെച്ചത്. അത് വലിയ ആഘോഷമാക്കി എല്ലാവരും ഉയർത്തുന്നത് നമ്മൾ കാണുകയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 97% ഉൽപ്പന്നങ്ങളാണ് ഇനി ഈ വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നത്. അതിലൊരൊറ്റ ഉൽപ്പന്നത്തിന്റെ കാര്യം പറയാം, ഭക്ഷ്യ എണ്ണ. ഭക്ഷ്യ എണ്ണ നികുതിയില്ലാതെ ഇന്ത്യൻ വിപണിയിലേക്ക് തുടങ്ങുന്നതോടെ കേരളത്തിലെ നാളികേര കർഷകർ പട്ടിണിയിലാകും. നാളികേരത്തിന്റെ വിലയിടിയും വെളിച്ചെണ്ണയുടെ വിലയിടിയും ഇത്തരത്തിലുള്ള പൊതുവായ വിഷയങ്ങൾ കേരളത്തിലായാലും ദേശീയ തലത്തിലായാലും ഉയർത്തുന്നതിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇതുവരെ ശക്തമായൊരു പ്രതികരണം മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? അപ്പൊ നമ്മൾ ആ അർത്ഥത്തിൽ പൊതുവെ കോൺഗ്രസിന്റെ ഒരു സാഹചര്യം വിലയിരുത്തണം. രണ്ടാമത്തെ വിഷയം എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ നൽകിയല്ലോ. എന്റെ പട്ടി വാങ്ങും പത്മഭൂഷൺ എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. ആര് പത്മഭൂഷൺ വാങ്ങും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ കേരളത്തിൽ വർഗീയത പടർത്താനും കേരളത്തിൽ BJPയുടെ രാഷ്ട്രീയം വളർത്താനും മുന്നിട്ട് നിൽക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയാൻ ഇതുവരെ കേരളത്തിലെ കോൺഗ്രസിനോ കേരളത്തിലെ UDFനോ സാധിച്ചിട്ടുണ്ടോ? മുസ്ലിം ലീഗിനെ വർഗീയ പാർട്ടി എന്ന് പറയുന്നു, മുസ്ലിങ്ങളെ വർഗീയവാദികൾ എന്ന് പറയുന്നു. അപ്പോൾ മുസ്ലിങ്ങളെ വർഗീയവാദികളെന്ന് പച്ചയ്ക്ക് പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ പരസ്യമായി തള്ളിപ്പറയാനും വെള്ളാപ്പള്ളി നടേശനെ കേരള സമൂഹം ബഹിഷ്കരിക്കണം എന്നും ആവശ്യപ്പെടാൻ എന്തുകൊണ്ടാണ് കേരളത്തിലെ മതേതര പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിന് സാധിക്കാത്തത്? അപ്പോൾ ഇപ്പോഴും ഇത്തരം വിഷയങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ് സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പുണ്ട്. ഏതായാലും കേരള നിയമസഭയിൽ ഇന്ന് കണ്ട കാഴ്ചകളൊക്കെയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് കേരള സർക്കാർ അവരുടെ ഭരണ നേട്ടങ്ങൾ പറയാനുള്ള അവസരമാക്കി കേരള നിയമസഭയെ മാറ്റുന്നു എന്നാണ്. പ്രതിപക്ഷം ഓരോ വിഷയങ്ങൾ ഉയർത്തുന്നുണ്ട്, അടിയന്തര പ്രമേയമൊക്കെ കൊണ്ടുവരുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലും ഈ നിയമസഭാ സമ്മേളനത്തിലും ഒക്കെ പരിശോധിച്ചാൽ എനിക്ക് തോന്നുന്നു 10-18 അടിയന്തര പ്രമേയം സർക്കാർ അംഗീകരിക്കുകയും അതിൽ ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു വേദിയാക്കി നിയമസഭയെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ആ അർത്ഥത്തിൽ കേരളത്തിലെ പ്രതിപക്ഷം ഏറ്റവും ദുർബലമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രതിപക്ഷം ഇങ്ങനെയൊന്നുമല്ല മുന്നോട്ട് പോകേണ്ടത്. VD സതീശൻ എന്ന് പറയുന്ന ഒരാളുടെ വൺ മാൻ ഷോയ്ക്കപ്പുറത്ത് പ്രതിപക്ഷത്തെ ആകെ കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിൽ കേരളത്തിൽ പ്രതിപക്ഷം ദുർബലമാണ് എന്നാണ് ദേശീയ തലത്തിൽ നിന്ന് കേരളത്തെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. സഭാതലം തിളച്ചോ എന്നാണ് ചോദ്യം. എന്തിനു വേണ്ടി തിളയ്ക്കുന്നുവെന്ന് ഇപ്പോഴും എനിക്ക് ബോധ്യമായിട്ടില്ല. ഇന്ന് സഭയിൽ സംഭവിച്ച കാര്യങ്ങൾ 4 കാര്യങ്ങൾ ഞാൻ പ്രേക്ഷകരോട് പറയാം. അതിൽ 3 പ്രതിപക്ഷം എങ്ങനെയാണ് വസ്തുതകളെ മറച്ചുവെച്ചുകൊണ്ട് വൈകാരികമായത് കത്തിക്കാൻ ശ്രമിക്കുന്നത്, ഒടുവിലതെല്ലാം പൊളിഞ്ഞു പോകുന്നത് എന്നതിൻ്റെ നേർചിത്രമാണ് ഇന്ന് സഭയിൽ കണ്ടത്. ഞാൻ സഭയിൽ നടന്നതിലേക്ക് വരുന്നതിന് മുൻപ്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളം കത്തി നിന്നൊരു വിഷയമുണ്ടായിരുന്നു. സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട്
മലയാളികളായ ഓരോരുത്തരുടെയും പേഴ്സണൽ ഡാറ്റ, വ്യക്തിപരമായ ഡാറ്റ വിറ്റു എന്നൊരു ഗുരുതരമായ ആരോപണം പ്രതിപക്ഷം അന്ന് ഉന്നയിച്ചിരുന്നു. സ്പ്രിംഗ്ലർ എന്ന് ഡാറ്റ ശേഖരിക്കുന്ന, ഡാറ്റ കോർഡിനേറ്റ് ചെയ്തെടുക്കുന്ന, പ്രോസസ്സ് ചെയ്യുന്ന, അന്നത്തെ കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പെട്ടെന്ന് ഡാറ്റ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ വേണ്ടി വിദേശത്തു നിന്നൊരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുകയായിരുന്നു. അത് മലയാളിയായ ഒരാളുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സോഫ്റ്റ്വെയറാണ് നമ്മൾ ഉപയോഗിച്ചത്. ആ സ്പ്രിംഗ്ലറിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുക മാത്രമല്ല വലിയ ആക്ഷേപമുയർത്തി. ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് തീരുമാനം വന്നിരിക്കുന്നു. എന്താ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന തീരുമാനം? ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, അന്നത്തെ പ്രതിപക്ഷ നേതാവ് കെ സുരേന്ദ്രൻ, BJP നേതാവ്, ഈ 3 പേരുടെയും ഹർജി തീർപ്പാക്കിക്കൊണ്ട് ഹൈക്കോടതി എന്താ പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ? ഒരു തരത്തിലുള്ള ദുരൂഹതയും ഇതിൽ സംശയിക്കാൻ കഴിയില്ല. സ്പ്രിംഗ്ലർ വഴി ഒരു ഡാറ്റ ചോർച്ചയും നടന്നിട്ടില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കൂ, 5 വർഷം ഈ കേരളം മുഴുവൻ കത്തിച്ചു നിർത്തിയ ഒരു ദുരാരോപണമായിരുന്നു സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട വിഷയം. ഇങ്ങനെയാണ് വസ്തുതകളെ മറച്ചു വെച്ചുകൊണ്ട് പലപ്പോഴും അസത്യ പ്രചരണങ്ങൾ നടത്തുന്നത്. നിർഭാഗ്യവശാൽ സത്യം പുറത്തു വരുമ്പോഴേക്കും അസത്യം 2 തവണ സഭയ്ക്കു ചുറ്റും നടന്നു കഴിഞ്ഞിരിക്കും. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് പല അസത്യങ്ങളും നിമിഷ നേരങ്ങൾ കൊണ്ട് പൊളിഞ്ഞെടുങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. ഇനി സഭയിലേക്ക് വരിക. 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ആദ്യം ഈ സഭയുടെ പുറത്തിരിക്കുന്ന, നേരത്തെ PR സുനിൽ സൂചിപ്പിച്ച 2 MLA-മാരെ കുറിച്ചാണ്. എന്തിനാണ് ആ MLA-മാർ അവിടെ ഇരിക്കുന്നതെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ആർക്കെതിരെയാണ് അവർ സമരം നടത്തുന്നത്? SIT-ക്കെതിരെയാണോ? SIT നിയോഗിച്ചത് ആരാണ്? ഹൈക്കോടതിയാണ്. ഹൈക്കോടതിക്ക് SIT-യുടെ അന്വേഷണത്തിൽ തൃപ്തിയില്ലായ്മയുണ്ടോ? അവസാനത്തെ 2 ജഡ്ജ്മെൻറ്റിലും SIT-യുടെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും കൂടുതൽ സമയം അവർക്ക് ആവശ്യമുണ്ടെന്നുമാണ് ഹൈക്കോടതി പറഞ്ഞത്. അപ്പോൾ ആ 2 MLA-മാർ ആ നിയമസഭയ്ക്ക് പുറത്ത് സമരം ചെയ്യുന്നത് ആർക്കെതിരെയാണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദമുണ്ടാകും. അങ്ങനെ ഒരു നിരീക്ഷണം, ഒരു വാചകം സർക്കാരിനെ കുറിച്ച് ഹൈക്കോടതിയുടെ ഏതെങ്കിലും ഒരു ഇടക്കാല ജഡ്ജ്മെന്റിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ 2 പേർ അവിടെ സമരമിരിക്കുന്നത്? മനസ്സിലാവുന്നില്ല. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, അതിനുശേഷം ഇതേ പ്രതിപക്ഷ നേതാവ് SIT-ക്കെതിരെ ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് പറഞ്ഞത്. SIT-ക്കെതിരെ തന്നെയാണ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ്. ഇപ്പോഴല്ല, കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ അന്നും 2 MLA-മാരെ ഇതേപോലെ അനാഥരാക്കി ഈ നിയമസഭയിൽ സത്യാഗ്രഹം ഇരുത്താൻ വിട്ടു. അതിനുശേഷം ആ MLA-മാർക്ക് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ കണ്ടില്ല. സഭ അവസാനിക്കുന്നു, അവരതിനു മുമ്പേ എഴുന്നേറ്റ് പോകുന്നു. ഇതാണ് നമ്മൾ കാണുന്നത്. ഇതെല്ലാം കേവലം പ്രഹസനമായി കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. പറയുന്നതിലൊരു വാസ്തവം വേണം. ഇത് പറയുന്ന സമയത്ത് നമ്മളെ പിടിച്ച് അന്തം കമ്മിയായി സംസാരിക്കരുതെന്ന് വിമർശിച്ചിട്ട് കാര്യമില്ല. തിരിച്ച് വസ്തുത അതല്ലേ? യഥാർത്ഥത്തിൽ SIT-ക്ക് ഉത്തരവിട്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരാണോ? SIT റിപ്പോർട്ട് ചെയ്യുന്നത് സംസ്ഥാന സർക്കാരിനോടാണോ? SIT ആഭ്യന്തര വകുപ്പിന് കീഴിൽ പൂർണ്ണമായിട്ടും പ്രവർത്തിക്കുന്ന ഏജൻസിയാണോ? മേൽനോട്ടം വഹിക്കുന്നത് ഹൈക്കോടതിയല്ലേ? റിപ്പോർട്ട് കൊടുക്കുന്നത് അവിടെയല്ലേ? ആ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലല്ലേ? അപ്പോൾ നിങ്ങൾ സമരം ചെയ്യുന്നത് ഹൈക്കോടതിയോടാണോ എന്നുള്ളതല്ലേ ചോദ്യം? ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി സഭയ്ക്കുള്ളിലേക്ക് വന്നാൽ, സഭയ്ക്കുള്ളിൽ നിന്ന് ഇന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഇന്നത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ കള്ളം വളരെ പെട്ടെന്ന് പൊളിഞ്ഞുപോയി കേട്ടോ. പ്രതിപക്ഷ നേതാവിന് എന്തോ അക്കാര്യത്തിലൊരു സെലക്റ്റീവ് അമ്നീഷ്യ ഉണ്ടോ എന്ന കാര്യത്തിലൊരു സംശയമുണ്ട്. കാരണം സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാചകം ഇതാണ്, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ശിവൻകുട്ടിയെക്കുറിച്ച്. ഇവനെ പോലത്തെ ആളുകൾക്ക് മന്ത്രിമാരായിരിക്കാൻ യോഗ്യതയുണ്ടോ? ഇവനൊക്കെ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കേണ്ട ഗതികേട് നമ്മുടെ കുട്ടികൾക്കുണ്ടായല്ലോ എന്നാണ്. 2 തവണയാണ് ഇവനെപ്പോലെ, ഇവനൊക്കെ എന്ന പദപ്രയോഗം നടത്തിയത്. എന്നിട്ട് ഇതേ പ്രതിപക്ഷ നേതാവ് സഭയ്ക്കുള്ളിൽ അവകാശ ലംഘനത്തിന് വേണ്ടിയിട്ട് നോട്ടീസ് കൊടുക്കുമ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്ന മറുപടി ഇതാണ്, അവനെന്നോ ഇവനെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇരുന്ന് ആ പ്രസംഗം കേൾക്കൂ. ഞാൻ നടത്തിയ പ്രസംഗം ഞാൻ ഓൺ ചെയ്യുന്നു. അവനെന്നോ ഇവനെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. ഇതേ പ്രതിപക്ഷ നേതാവ് ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പറഞ്ഞത്, ഇവനെ പോലത്തെ ആളുകൾക്ക് മന്ത്രിമാരായിരിക്കാൻ യോഗ്യതയുണ്ടോ? ഇവനൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കേണ്ട ഗതികേട് നമ്മുടെ കുട്ടികൾക്കുണ്ടായല്ലോ. എന്താണ് പ്രതിപക്ഷ നേതാവ് എന്നേ ചോദിക്കാനുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ സത്യം പോലെ പ്രചരിപ്പിക്കുന്നതിനുള്ള അസാമാന്യം എടുക്കുക കാണിക്കുകയും ഒടുവിൽ ആ വാസ്തവം തിരിച്ചറിയുന്ന സമയത്ത് തങ്ങൾ പ്രചരിപ്പിച്ചത് അസത്യമാണെന്ന് തിരിച്ചറിയുമ്പോൾ ഒരു ലെവലേശം പോലും ഉളുപ്പുമില്ലാതെ വീണ്ടും അതേ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് അതേ കള്ളത്തരം ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ സ്പ്രിംഗ്ലറിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടു, SIT-യുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ കണ്ടു സഭയിൽ നടക്കുന്ന പ്രഹസനം. മൂന്നാമത്തത്, മന്ത്രി ശിവൻകുട്ടിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ പ്രതിപക്ഷ നേതാവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഇന്നലെ സെക്രട്ടേറിയറ്റ് മുന്നിലേത് കണ്ടു, ഇന്ന് നിയമസഭയ്ക്കുള്ളിലേത് നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ് ഇങ്ങനെ കള്ളം പറയുന്നതാണ് ചോദ്യം. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ഇന്ന് നിയമസഭയിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. 4 MLA-മാർ, ഒരു ചോദ്യം നേരത്തെ അത് ജിമ്മി സൂചിപ്പിച്ചു, 4 MLA-മാർ നക്ഷത്രചിഹ്നം ഇല്ലാത്ത ചോദ്യം ചോദിച്ചു. എന്താണ് ആ ചോദ്യം എന്നറിയാമോ? ആ ചോദ്യം കേൾക്കണം പ്രിയപ്പെട്ട പ്രേക്ഷകർ. 2021 മുതൽ നാളിതുവരെ ദേവസ്വം വകുപ്പ് മന്ത്രി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ എത്ര മീറ്റിങ്ങുകളിൽ പങ്കെടുത്തുവെന്നും സ്ഥലം, തീയതി, സമയം അടക്കമുള്ള വിവരങ്ങളും നൽകാമോ എന്നുള്ളതായിരുന്നു ചോദ്യം.
പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദേവസ്വം ബോർഡിനെ കുറിച്ച് പ്രാഥമികമായി ജ്ഞാനമുള്ള ഏതെങ്കിലും ഒരു MLA ചോദിക്കുന്ന ചോദ്യമാണോ ഇത്? ദേവസ്വം വകുപ്പ് മന്ത്രി ദേവസ്വം ബോർഡിന്റെ എത്ര യോഗങ്ങളിൽ പങ്കെടുത്തു എന്നാണ് ചോദ്യം. VN വാസവനെ ലക്ഷ്യമിട്ട ഈ ചോദ്യം എഴുതി കൊടുക്കുമ്പോൾ എന്തായിരുന്നു അവരുടെ മനസ്സിൽ? ഏതെങ്കിലും ഒരു ദേവസ്വം ബോർഡ് മീറ്റിംഗ് അന്ന് 2016 പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 2021 അല്ല, നാല് പേര് 2016-21, 2021. ഏതൊക്കെ MLA-മാരാണെന്നറിയാമോ? ഒന്ന് റോജി M. ജോൺ, അടുത്തത് എൽദോസ് കുന്നപ്പള്ളി, മൂന്നാമത് K. ബാബു, അതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. മറ്റൊന്ന് പാവം CR മഹേഷ്. ഈ 4 MLA-മാരുടെ ചോദ്യമാണ്. ദേവസ്വം ബോർഡ് മീറ്റിംഗിൽ ദേവസ്വം മന്ത്രി പങ്കെടുത്തിട്ടുണ്ട്. ഇവരുടെയൊക്കെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയോ? ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ ദേവസ്വം മന്ത്രിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ്. അങ്ങനെയല്ല. അതിന് രാജാവിനെ പോലെ പ്രവർത്തിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് ആണ്. വളരെ കൃത്യമായി എത്രയോ തവണ പറഞ്ഞിരുന്നു. ഒടുവിൽ ഇന്നിപ്പോൾ VN വാസവൻ മിനിസ്റ്റർ അതിന് മറുപടിയും കൂടി വളരെ കൃത്യമായി കൊടുത്തു. എന്താ മറുപടി? 2021 മുതൽ 4 വരെയുള്ള കാലയളവിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മീറ്റിങ്ങുകളിൽ ഒന്നിലും ദേവസ്വം വകുപ്പ് മന്ത്രി പങ്കെടുത്തിട്ടില്ല. ബഹുദേവസ്വം വകുപ്പ് മന്ത്രി ദേവസ്വം ബോർഡ് മെമ്പർ അല്ല. പ്രാഥമികമായ കാര്യമല്ലേ? ഇതിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ തറ പറ എന്ന് എഴുതി പഠിപ്പിക്കുന്നത് പോലെയാണ് ഇത്തരം നിയമങ്ങളെക്കുറിച്ചുള്ള വ്യാഖ്യാനം MLA-മാർക്ക് മന്ത്രി പറഞ്ഞു കൊടുക്കേണ്ടത്. ദേവസ്വം വകുപ്പ് മന്ത്രി ദേവസ്വം ബോർഡ് അംഗമല്ല. 1950 ട്രാവൻകൂർ കൊച്ചി ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് മാത്രമേ ബോർഡ് മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുവാൻ കഴിയുകയുള്ളൂ. ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് ബോർഡ് മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാൻ നിയമം അനുശാസിക്കുന്നില്ല. ഇതാണ് ഉത്തരം. ഈ ചോദ്യം ചോദിക്കാൻ എങ്ങനെയാണ് ഈ MLA-മാർക്ക് കഴിഞ്ഞത് എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. അപ്പോൾ എന്താ പെട്ടെന്ന് ഏതെങ്കിലും ഒരു ബോർഡ് മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ SIT എന്തുകൊണ്ട് ഇവരെ ചോദ്യം ചെയ്തില്ല എന്ന് പറയാൻ വേണ്ടിയാണ്. ഇനിയെങ്കിലും പുറത്ത് ആ സത്യാഗ്രഹം അനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ട CR മഹേഷ്, പ്രിയപ്പെട്ട നജീബ് കാന്തപുരം, നിങ്ങൾ എഴുന്നേറ്റ് പോകുന്നതല്ലേ നല്ലത്? ഇന്നും വ്യക്തമായ ഉത്തരം രേഖാമൂലം തന്നെ കിട്ടിയില്ലേ? ദേവസ്വം ബോർഡ് മീറ്റിങ്ങുകളിൽ ദേവസ്വം മന്ത്രി പങ്കെടുക്കാറില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിവരം. അവിടെയും നുണപ്രചരണമല്ലേ നടത്തിയത്? ദേവസ്വം ബോർഡ് മന്ത്രി ഇതിൽ ഉത്തരവാദിയാണ്. 2019 നടന്ന കൊള്ളയ്ക്ക് 2021 ശേഷം വന്ന മന്ത്രിസഭയിലെ മന്ത്രി ഉത്തരവാദിയാണ് എന്നുള്ള തരത്തിലുള്ള അസത്യപ്രചരണമല്ലേ നടന്നത്? ഇനി ഇന്നത്തെ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അടിയന്തര പ്രമേയത്തിന്റെ വിഷയത്തിലേക്ക് വരാം. ഇന്ന് പൊളിഞ്ഞു വീണ 4ാമത്തെ കള്ളമാണ് കേട്ടോ. അതാണ് വിളപ്പിൽശാലയിലെ ചിത്രം തന്നെ വെച്ചുകൊണ്ട് നമ്മൾ ഇന്ന് തുടങ്ങിയത്. വിളപ്പിൽശാലയിൽ യഥാർത്ഥത്തിൽ ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടുണ്ടോ? ബിസ്മീറിൻ്റെ നിര്യാണത്തിൽ അങ്ങേയറ്റം ദുഃഖം എനിക്കുമുണ്ട്. കാരണം ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ കൺമുന്നിൽ ഒരു ക്യാമറയ്ക്ക് മുന്നിലൊക്കെ ഇതേപോലെ വളരെ മരണവെപ്രാളത്തോടുകൂടി മരണത്തിന് തൊട്ടു മുമ്പ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കാണുകയും അത് സംപ്രേഷണം ചെയ്യുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട് നമുക്ക്. അദ്ദേഹത്തിന് ചികിത്സ കൃത്യസമയത്ത് ലഭിച്ചില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അതിനൊരു ചരിത്രമുണ്ട്. ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പ്രതിപക്ഷം മനസ്സിലാക്കിയിട്ടും പുറത്തറിയിക്കാതെ പോയൊരു കാര്യമുണ്ട്. 19-ാം തീയതി രാവിലെ 1 മണിക്കാണ് ബിസ്മീറും ഭാര്യയും രാവിലെ 1:28 ആകുമ്പോഴാണ് ഈ വിളപ്പിൽശാല ആശുപത്രിയിലേക്ക് വരുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതിന് 2 ദിവസം മുമ്പ് 17-ാം തീയതി ഇതേപോലെ പുലർച്ചെ 2 മണിക്ക് ഇതേപോലെ ബിസ്മീറും ഭാര്യയും ഇതേ വിളപ്പിൽശാല കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലേക്ക് പോയിട്ടുണ്ട്. 2 ദിവസം മുൻപ് ഇതേ ആരോഗ്യ ലക്ഷണങ്ങളോടുകൂടി പോയിട്ടുണ്ട്. അവിടേക്ക് ചെല്ലുന്ന സമയത്ത് അന്ന് വളരെ കൃത്യമായി തന്നെ അന്ന് ഡ്യൂട്ടി ഡോക്ടറായിരുന്ന ശരണ്യയും അന്നത്തെ നഴ്സും പരിചരിച്ചിട്ടുണ്ട്. വേണ്ടത്ര മരുന്ന് അന്ന് 17-ാം തീയതി വെളുപ്പിന് 2:45 ബിസ്മീറിന് കൊടുത്തിട്ടുണ്ട്. 17-ാം തീയതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അന്ന് ഡോക്ടർ ശരണ്യ പരിശോധിക്കുകയും ശ്വാസം മുട്ടലിനുള്ള ഇഞ്ചക്ഷൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ഫിസിഷ്യനെ കാണണമെന്ന നിർദ്ദേശത്തോടു കൂടിയാണ് തിരിച്ചയക്കുന്നത്. കാരണം പോയിരിക്കുന്ന ഒരു താലൂക്ക് ആശുപത്രിയിലല്ല, ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലല്ല, കാത്ത് ലാബ് സംവിധാനങ്ങളുടെ ആശുപത്രിയിലല്ല, ഒരു സാധാരണ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലാണ്. അവിടെ ഇതിനും അപ്പുറം ഒരു ചികിത്സാ സംവിധാനമില്ല. അതൊരു പ്രാഥമികാരോഗ്യ കേന്ദ്രം മാത്രമാണ് സാർ. അവിടെ ഒരു ഡോക്ടറും നഴ്സും ഉള്ളതേ കാര്യം. അവിടേക്ക് എത്തുന്ന സമയത്ത് നല്ലൊരു ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞയക്കുന്നു 17-ാം തീയതി. പക്ഷേ നിർഭാഗ്യവശാൽ ചികിത്സ തേടുന്നില്ല. വീണ്ടും 19-ാം തീയതി സമാനമായ സാഹചര്യത്തിൽ എത്തുന്നു. രാത്രി 1:29 എത്തുന്നു, 1:28 എത്തുന്നു, പുലർച്ചെ 1:28 എത്തുന്നു. 1.5 മിനിറ്റ് കഴിയുമ്പോഴേക്കും സെക്യൂരിറ്റി ജീവനക്കാരൻ വരുന്നു. 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും വാതിലുകൾ തുറക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ അതിനുശേഷം ഹോസ്പിറ്റലിനുള്ളിൽ വെച്ച് ഇതേ ശരണ്യ ഡോക്ടറും, അതായത് 2 ദിവസം മുമ്പ് ഈ ബിസ്മീറിനെ പരിചരിച്ച അതേ ശരണ്യ ഡോക്ടറും അതേ നഴ്സും പരിശോധനയ്ക്ക് ശേഷം ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ട്. ശ്വാസം മുട്ടലിന് അദ്ദേഹത്തിന് മറ്റൊരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നെബുലൈസ് ചെയ്യുന്നുണ്ട്. നെബുലൈസ് ചെയ്തതിനു ശേഷം ഓക്സിജൻ സപ്പോർട്ടുള്ള ആംബുലൻസിലേക്ക് ഈ രോഗിയെ കയറ്റി വിടുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും സംഭവിച്ചു. അതൊരു പ്രാഥമികാരോഗ്യ കേന്ദ്രമാണ് സാർ.
അതൊരു നിർഭാഗ്യവശാൽ അതൊരു താലൂക്ക് ആശുപത്രിയല്ല. അവിടെ കിട്ടാവുന്നൊരു ചികിത്സ ഇതിനകം തന്നെ ആ ഡോക്ടറും നഴ്സും കൊടുത്തു. ഇനി എന്തിനാണ് ആ ഡോക്ടറിനെയും നഴ്സിനെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്? എൻ്റെ ചോദ്യം ഇതാ. ഒരു പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ അത്രയല്ലേ ചെയ്യാൻ സാധിക്കൂ? പക്ഷേ അതിനകത്ത് ഗുരുതരമായ ഒരു വീഴ്ചയുണ്ട്. അത് ഞാൻ പറയാം. അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഗേറ്റ് പൂട്ടിയിട്ടിരുന്നു എന്നുള്ളതാണ്. സാങ്കല്പികമായിട്ടാണെങ്കിൽ പോലും അല്ലെങ്കിൽ കേവലാർത്ഥത്തിലാണെങ്കിൽ പോലും അങ്ങനെ പൂട്ടിയിടാൻ പാടില്ല. പക്ഷേ അതിന് പറഞ്ഞിരിക്കുന്ന കാരണം ഞെട്ടിക്കുന്നതാണ്. സാമൂഹ്യ വിരുദ്ധരുടെയും പട്ടിയുടെയും ശല്യമുണ്ട്. ഇപ്പോഴും സാമൂഹ്യ വിരുദ്ധരെയും പട്ടിയും പേടിച്ച് നമ്മുടെ നാട്ടിൽ ഡോക്ടർമാരും നഴ്സുമാരും വാതിൽ അഥവാ ഗേറ്റ് അടച്ചിട്ട് കിടക്കണം എന്ന് പറയുന്നത് ഒരു പ്രശ്നമുള്ള കാര്യമാണ്. അത് പരിചരിക്കേണ്ട കാര്യമാണ്. രണ്ട്, ഇതേപോലെയുള്ള ആശുപത്രി സംവിധാനങ്ങളിൽ വരുന്ന കാലങ്ങളിൽ ആശുപത്രിയിൽ ഒരു നഴ്സിംഗ് അസിസ്റ്റന്റിനെ കൂടി ഈ ആംബുലൻസിൽ കയറ്റി വിടാനുള്ള സംവിധാനം ഒരുക്കണം എന്നുള്ളത് നമുക്ക് ആഗ്രഹിക്കാം. ഇത് രണ്ടുമല്ലേ നമുക്ക് ചെയ്യാൻ കഴിയൂ. ഇതിനും അപ്പുറം എന്താണ് ചെയ്യാൻ കഴിയുക? വസ്തുത ഇതായിരിക്കെ നടത്തിയ നുണപ്രചരണങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്ന കാഴ്ചയല്ലേ കണ്ടത്? ഇന്ന് പ്രതിപക്ഷം ഉയർത്തിയ ആരോപണങ്ങൾക്ക് ഇന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി മറുപടി പറഞ്ഞത് ഒരു കണക്ക് ഉദ്ധരിച്ചുകൊണ്ടാണ്. ഞാൻ ആ കണക്ക് കൂടി പ്രേക്ഷകരോട് പറയാം. ചികിത്സാ പിഴവ് മൂലം 2011-16 അതിനുശേഷവും സംഭവിച്ച കണക്കുകൾ ഇന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നുണ്ട്. ആ കണക്കുകൾ ഒന്നുകൂടി പ്രേക്ഷകർ കേൾക്കണം. 2016 2-ാം മാസം ഫെബ്രുവരി മാസം ചോദിച്ച ചോദ്യമാണ്. എസ് കെ സലീൽ ചോദിച്ച ചോദ്യത്തിന് അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി VS ശിവകുമാർ നൽകുന്ന മറുപടി ചോദ്യം ഇതായിരുന്നു: ഈ സർക്കാർ അധികാരമേറ്റതിനു ശേഷം, അതായത് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമേറ്റതിനു ശേഷം നാളിതുവരെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ യഥാസമയം ലഭ്യമല്ലാത്തത് മൂലവും സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ പിഴവുകൾ മൂലവും മരണപ്പെട്ടതും അംഗവൈകല്യം സംഭവിച്ചതുമായത് എത്ര പേർക്കാണ് എന്നുള്ളതാണ് ചോദ്യം. പ്രേക്ഷകർക്കറിയാമോ? 5 വർഷം കൊണ്ട് സർക്കാർ ആശുപത്രിയിലെ ചികിത്സാ സംവിധാനം മോശമായത് കാരണം അതുകൊണ്ട് മരണപ്പെട്ടവരുടെ എണ്ണം 16, മരണപ്പെട്ടവർ 9, അംഗവൈകല്യം സംഭവിച്ചവർ 7 എന്നുള്ളതാണ് ഉത്തരം. ഇനി ഈ കാലയളവിനുള്ളിൽ വിവിധ സർക്കാർ ആശുപത്രികളിൽ പ്രസവത്തിനിടയിലും പൂർണ്ണ ഗർഭിണിയായിരിക്കുകയും സർക്കാർ ആശുപത്രി സംവിധാനങ്ങളിൽ എത്ര പേർ മരണപ്പെട്ടു? ഉത്തരം 950. ഇത് കണക്കാണ് 2011-16. എന്നാൽ ഈ സർക്കാരിൻ്റെ കാലത്തേക്ക് വരുമ്പോൾ അതാണോ നമ്മുടെ മുന്നിലെ കണക്ക്? ഒരൊറ്റ താരതമ്യം കൂടി പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് VS ശിവകുമാർ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ നമുക്ക് എത്ര കാത്ത് ലാബുകൾ ഉണ്ടായിരുന്നു? 0. ഇപ്പോൾ എത്ര കാത്ത് ലാബുകൾ? ഹൃദയ സംബന്ധമായിട്ടുള്ള ഏതു പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയുന്ന 12 കാത്ത് ലാബുകൾ പൂർണ്ണ സജ്ജം ഈ LDF സർക്കാരിൻ്റെ കാലത്ത്. ഡയാലിസിസ് കേന്ദ്രങ്ങൾ UDF-ന്റെ കാലത്ത് 8, LDF-ന്റെ കാലത്ത് 107. സൗജന്യ ചികിത്സ ആവറേജ് എക്സ്പെൻഡിച്ചർ 180 കോടിയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെങ്കിൽ ഇപ്പോൾ അത് 1500 കോടി രൂപ. സൗജന്യ ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണം 28 ലക്ഷം രൂപയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ. 28 ലക്ഷം മനുഷ്യരായിരുന്നുവെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെങ്കിൽ ഇപ്പോൾ അത് 42.5 ലക്ഷം. നവജാത ശിശു മരണ നിരക്ക് 6 ആയിരുന്നു എന്നുള്ളത് ഇപ്പോൾ 4 ആയിട്ട് കുറഞ്ഞു. ശിശുമരണ നിരക്ക് 12 ആയിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത്. VS ശിവകുമാറിൻ്റെ കാലത്തെങ്കിൽ അതിപ്പോൾ 5 ആയിട്ട് കുറഞ്ഞു. നോക്കൂ, മാതൃമരണ നിരക്ക് 43 ആയിരുന്നത് 19 ആയിട്ട് കുറഞ്ഞു. ഗ്രാമങ്ങളിലെ ആരോഗ്യ ചെലവ്, റൂറൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ 17,054 രൂപയായിരുന്നത് 10,929 രൂപയായി കുറഞ്ഞു. നഗരങ്ങളിലെ ചികിത്സാ ചെലവ് 23,123 രൂപയായിരുന്നത് 13,140 രൂപയായി കുറഞ്ഞു. ഇനി പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് ഇവിടെ എവിടെയാണ് വീഴ്ച സംഭവിച്ചത് UDF സർക്കാരിൻ്റെ കാലത്തെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇനിയും ഒരുപാട് കാലം നമുക്ക് മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഒരു ബിസ്മിറിനെ പോലെ, ഒരു വേണുവിനെ പോലെ മരണം സംഭവിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അതിന് ആരോഗ്യരംഗം മെച്ചപ്പെടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടേണ്ട കേന്ദ്ര സഹായം അടക്കം കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലുള്ള സംവിധാനം പ്രവർത്തിക്കണം. പക്ഷേ അതുകൊണ്ടെല്ലാം തകർന്നുപോയി എന്ന് വരുത്തരുത് എന്ന് മാത്രമാണ് എനിക്ക് കാര്യത്തിൽ പറയാനുള്ളത്. അങ്ങനെ സഭാതലം തിളച്ചു, പക്ഷേ തിളപ്പിൽ പലതും അസത്യങ്ങളായിരുന്നു. ആ അസത്യത്തിൻ്റെ മുഖം മൂടി കൂടി ഇന്ന് വീഴുന്നതും നമ്മൾ കണ്ടു എന്നതാണ് ഈ വിഷയത്തിൽ എൻ്റെ ടേക്ക്. സഭാതലം തിളച്ചു എന്നാണ് ചോദ്യം. സഭയിൽ പ്രതിപക്ഷം ശോകമായ അവസ്ഥയിലാണ് കുറച്ച് നാളുകളായി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഒരു കാര്യം ക്ലാരിറ്റിയോട് ഉന്നയിക്കാനോ അല്ലെങ്കിൽ ക്ലാരിറ്റിയോട് കൂടിയിട്ട് അടിയന്തര പ്രമേയം നടത്താനോ ഒന്നും സഭ കഴിയുന്നില്ല എന്നുള്ളതാണ്. അടുത്ത കാലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്തായിരുന്നു? സ്വർണ്ണക്കൊള്ളയല്ല, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയല്ലായിരുന്നോ അവിടെ അടിയന്തര പ്രമേയമായിട്ട് വരേണ്ടത്? എന്തുകൊണ്ടായിരിക്കും പ്രതിപക്ഷം ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അടിയന്തര പ്രമേയമായിട്ട് എടുക്കുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതൊന്നും അവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ അവിടുത്തെ 2 MLA-മാരെ പഠിക്കൽ സമരത്തിലേക്കാണ്. എല്ലാം വിരോധാഭാസമാണ്. എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകുന്നേ ഇല്ല. അവരെന്താണ് പറയുന്നത്, എന്താ ചെയ്യുന്നതെന്നും അറിയില്ല. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ സാമ്പത്തിക സർവേ ആണെന്ന് നിയമസഭയിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം.
അപ്പോൾ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുന്നു, ആരോഗ്യവകുപ്പിൻ്റെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുന്നു. ശരി, 2 ദിവസം മുന്നേ ഇന്നലെ ഉണ്ടായിരുന്നല്ലോ സമയം, തൊട്ടില്ലല്ലോ. ഇന്ന് സാമ്പത്തിക സർവേ, കേരളത്തിലെ അടിസ്ഥാനപരമായി എന്തൊക്കെയാണ് കേരളത്തിലെ സാമ്പത്തിക അവസ്ഥ എന്ന് ചർച്ച ചെയ്യേണ്ട ദിവസം, എന്തൊക്കെയാണ് കേരളത്തിലെ സാമ്പത്തിക സർവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയേണ്ട ദിവസം, ഒരക്ഷരം അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല എന്നുള്ളതാണ്. സാമ്പത്തിക സർവേനെ കുറിച്ച് മിണ്ടും. നാളെ നാളെ ബഡ്ജറ്റ് സെക്ഷനും ബഡ്ജറ്റ് ചർച്ച ഉണ്ടാവുള്ളൂ. അപ്പോൾ സാമ്പത്തിക സർവേ അതിന് ശേഷം ചർച്ച ചെയ്യാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ കേരളത്തിലെ കർഷകരുടെ പ്രശ്നം, മലയോര കർഷകരുടെ പ്രശ്നം, ഇപ്പോൾ എന്താണ് വന്യജീവി ആയിട്ടുള്ള പ്രശ്നം, ഈ പറയുന്ന വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നം എല്ലാം ഇന്നാണ് ചർച്ച ചെയ്യേണ്ടത്. ഇന്ന് പ്രധാനപ്പെട്ട തൊട്ടിട്ടില്ല, ആ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് ഒന്നും മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. ഞാനിപ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ ഇന്ത്യ ആയിട്ടുള്ള കരാറിനെ കുറിച്ച് നേരത്തെ PR സുനിൽ പറഞ്ഞു. എത്ര വലിയ സംവിധാനം. CPM എന്ന് പറഞ്ഞ പാർട്ടി മാത്രമേ അതിനെതിരെ പുറത്ത് വന്നിട്ടുള്ളൂ. 27 രാജ്യങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ മുഴുവൻ ഇന്ത്യയിലേക്ക് വരാൻ പോവുകയാണ്. 27 രാജ്യങ്ങളാണ്. യൂറോപ്യൻ യൂണിയനുമായിട്ടാണ് എഗ്രിമെൻ്റ് വെച്ചിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയനായിട്ട് അവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ മുഴുവൻ ഓരോ രാജ്യത്ത് അതാത് രാജ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുണ്ട്, അത് ഇന്ത്യയിലേക്ക് വരാൻ പോവുകയാണ്. അപ്പം ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യും? അതിന് എത്ര ദോഷം ഉണ്ടാവും? ഇന്ത്യയിലെ കർഷകർക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാവും? ഇവിടെ ഉൽപ്പാദിക്കുന്ന സാധനം യൂറോപ്യൻ യൂണിയനിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? ഈ കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മൾ പ്രധാനപ്പെട്ടമായി ചർച്ച ചെയ്യപ്പെടുന്ന വാഹനങ്ങൾ, വില കൂടിയ വാഹനങ്ങൾ യൂറോപ്പിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ പറയുന്ന ഇന്ത്യയിലെ ടാക്സ് ഒഴിവാക്കി കിട്ടും, അതുകൊണ്ട് വില കുറഞ്ഞ് കിട്ടും. ഏതൊക്കെയാണ് പറയുന്നത് അറിയോ? റോൾസ് റോയ്സ്, വലിയ വാഹനങ്ങളെ കുറച്ചത്. അത് സാധാരണക്കാരനെ ബാധിക്കുന്ന പ്രശ്നമാണോ? ഒന്നുമല്ലല്ലോ. അതൊക്കെയാണ് വലിയ കാര്യമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷേ സാധാരണക്കാരെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. കേരളത്തിലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് അതിനെക്കുറിച്ച് അക്ഷരം ഇട്ടിട്ടില്ല. നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഇല്ലാതായി എന്ന് പറയുന്ന CPM, ഇല്ലാതായിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്ന CPM മാത്രമാണ് അതിനെതിരെ ഒരു പ്രമേയമെങ്കിലും അവിടെ എന്താണ് ഇന്ത്യയിൽ നടക്കുന്നതെന്ന് ചോദിക്കാനുള്ള മനസ്സിലായി. ഇതെന്താണ് നടക്കുന്നത്, ഈ എഗ്രിമെൻറ്റിൽ എന്താണ് ഉള്ളത് എന്നെങ്കിലും ചോദിക്കാനുള്ളൊരു ഇത് കാണിച്ചതെന്ന് പറയാം. അപ്പം ഇതുപോലെ ചർച്ച ചെയ്ത് എന്താണ് ഇന്ത്യയിൽ നടക്കുന്നതിനെ കുറിച്ച് തന്നെ ധാരണയില്ല, എന്താണ് കേരളത്തിൽ നടക്കുന്നതിനെ കുറിച്ച് അറിയില്ല. കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയാണെന്ന് പറയുകയും ഇതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് പറയും. ഇവർക്കാണ് അടുത്ത പ്രാവശ്യം അധികാരം വേണമെന്ന് പറയുന്നത്. ഈ പാർട്ടിക്കാണ് അടുത്ത പ്രാവശ്യം അധികാരം വേണമെന്ന് പറയുന്നത്. അപ്പം ഇവർക്ക് ഇതുപോലും കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഒരു നിയമസഭയിൽ ഒരു പ്രമേയം ഉന്നയിച്ചിട്ട് അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ചർച്ച ചെയ്യുകയും അവിടെ പെർഫോം ചെയ്യാൻ കഴിയണം. പ്രതിപക്ഷ പാർട്ടിക്ക് അങ്ങനെ കഴിയണം അല്ലേ? അപ്പം പ്രതിപക്ഷ പാർട്ടിക്ക് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്താണ്? ഞാൻ പറയുന്നത് നേരത്തെ ജിമ്മി സാർ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ്. നിങ്ങൾ പകുതിക്കായി നിർത്തിയെന്ന് തോന്നുന്നു. എന്താണെന്ന് പറഞ്ഞാൽ ഈ അടുത്ത ഇലക്ഷൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഡാറ്റ ശേഖരണം നടത്തുകയാണ് ഈ 30 ദിവസം കോൺഗ്രസ്. ഇനി ഇലക്ഷന് എന്ന് നിങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ യോഗത്തിൽ മന്ത്രി പങ്കെടുത്തിട്ടുണ്ടോ? എന്താ യോഗം? 2 സെക്ഷനായിട്ട് കൊടുക്കുകയാണ്. 16 തുടങ്ങി 21 വരെ, 21 തുടങ്ങി 26 വരെ. ഇതിനകത്ത് ആദ്യം കൊടുക്കുന്നത് എന്തിനാണെന്നറിയോ? ആദ്യത്തിൽ പങ്കെടുത്തുനിന്ന് മാത്രം കിട്ടിയാൽ അത് ഗുണമാകും. അത് സെപ്പറേറ്റ് എടുത്ത് പെർഫോം. ഞാൻ കൂടി 2 MLA കൊണ്ട് കൊടുപ്പിക്കുന്നു, അടുത്ത 2 MLA കൊണ്ട് രണ്ടാമത്തെ ടേം കൊടുപ്പിക്കുന്നു. അങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ അത് ഉപയോഗിക്കാം എന്നുള്ളത്. അപ്പോൾ അതെന്താ അങ്ങനെ കൊടുക്കുന്നത് അറിയോ? രണ്ട് മന്ത്രിമാരാണ്. വാസവനെതിരെ ഉപയോഗിക്കാനാണെങ്കിൽ വാസവൻ്റെ മാത്രം കിട്ടണം, അതിന് മുൻപ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ മന്ത്രിയുടെ മാത്രം കിട്ടണം. കടകംപള്ളിക്കെതിരെ ഉപയോഗിക്കാൻ ആ മന്ത്രിക്ക്. അതുകൊണ്ടാണ് 2 സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണേ. ശരിക്കും പറഞ്ഞാൽ ഒരു 2 MLA 4 ചോദ്യം ഒന്നിച്ച് കൊടുത്താൽ മതി. അത് കൊടുക്കുന്നില്ല. അപ്പോൾ അവരുടെ ആവശ്യങ്ങളെല്ലാം അങ്ങനെ കൊടുക്കണം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ ഡാറ്റ ശേഖരണം നടത്തുകയാണ്. ഈ ഡാറ്റ ശേഖരണം, ഇങ്ങനെ ഡാറ്റ ശേഖരണം സംഭവിച്ചൊരു കാര്യമുണ്ട് കേട്ടോ. 2016 ഇലക്ഷൻ്റെ സമയത്ത് VD സതീശൻ പറഞ്ഞൊരു കാര്യം, അവസാനത്തെ ക്യാബിനറ്റ് കടുംപെട്ടി ക്യാബിനറ്റായിരുന്നു. എന്തറിയോ? കേരളത്തെ വിറ്റ് തുലയ്ക്കുന്നതാണ്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ അവസാനത്തെ ക്യാബിനറ്റിനെ കുറിച്ച് പറഞ്ഞത് കടുംവെട്ട് ക്യാബിനറ്റ് എന്നാണ് പറഞ്ഞത്. അത് മുഴുവൻ വിറ്റ് തുലയ്ക്കാൻ പോയി. കേരളത്തിലെ നെൽപ്പാടങ്ങൾ മുഴുവൻ മണ്ണിട്ട് നടത്താൻ തീരുമാനിച്ചു. ബാറുമായി ബന്ധപ്പെട്ട വലിയ ആക്ഷേപം കേൾക്കുന്നു, സോളാറുമായി ബന്ധപ്പെട്ട വലിയ ആക്ഷേപം കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവസാനത്തെ മന്ത്രിസഭാ യോഗത്തെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ആ ഒരു മൈൻഡ് സെറ്റോടുകൂടിയാണ് ഇപ്പോഴും ഇരിക്കുന്നത് ഇപ്പോഴും ഇരിക്കുന്നത്. അപ്പം ഇനി എങ്ങനെയൊക്കെ ഈ നിയമസഭാ ഇലക്ഷനിൽ എന്തൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റും, അതിനുവേണ്ട ഡാറ്റ ഇങ്ങനെ കളക്ട് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നാൽ ശരിക്കും ആ കവാടത്തിരിക്കുന്ന 2 പേരെയും കൂടെ ഉള്ളിലിരുത്ത് അവരെ കൊണ്ടൊന്നും ചോദിപ്പിക്കാൻ നല്ലതാണ്. കാരണം അവരെ കൊതുകെട്ടി കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഒന്ന് ആലോചിക്കുക. എന്നിട്ട് എന്നാൽ ശരി, ഇവർ അത്ര ആത്മാർത്ഥത കൂടിയിട്ടാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അത് അടിയന്തര പ്രമേയത്തിനൊന്നും ക്ലാരിറ്റി വരില്ലേ? ജനങ്ങളെ ഈ കാര്യങ്ങൾ അറിയിക്കുകയും ഇത് ബോധ്യപ്പെടുത്തുകയും എന്താണ് ശബരിമലയിൽ നടന്നതിനെക്കുറിച്ച് എന്താണ് ക്ലാരിറ്റി വേണ്ടത് എന്ന് പറഞ്ഞാൽ അതിന് ക്ലാരിറ്റി വരും. അത് ചർച്ച ചെയ്ത പ്രശ്നം എന്താ അറിയോ? ഇന്ന് VD സതീശൻ പറഞ്ഞ പ്രശ്നം വരും, സോണിയാഗാന്ധി അതിനകത്ത് വരും, അതിനകത്ത് ആൻ്റോ ആൻ്റണി വരും, അതിനകത്ത് അടൂർ പ്രകാശ് വരും. ഇവരെക്കുറിച്ചൊക്കെ മറുപടി പറയേണ്ടി വരും.
അപ്പോൾ അതിന് മുൻ ദേവസ്വം പ്രസിഡന്റുമാരെ കുറിച്ച് പറയേണ്ടി വരും, 98-ന് ശേഷമുള്ള മുഴുവൻ ആൾക്കാരെ കുറിച്ച് ഈ കാര്യത്തെക്കുറിച്ചും അത് ചർച്ച ചെയ്യാൻ കഴിയത്തില്ല. അത് ചർച്ച ചെയ്ത് യാഥാർത്ഥ്യം പുറത്തേക്ക് വരും. ആ യാഥാർത്ഥ്യം പുറത്തേക്ക് വന്നാൽ അതിനെ കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കില്ല, കോൺഗ്രസിനില്ല. അതുകൊണ്ട് അത് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യം ശരിയാണ് കേട്ടോ, കേരളത്തിലെ ജനങ്ങൾ പട്ടീനെ പേടിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ്. ഹൈക്കോടതി പറഞ്ഞ എന്താ അറിയോ, ഹൈക്കോടതി പറഞ്ഞ് ഈ സ്നേഹികളോടൊക്കെ പറഞ്ഞത് നിങ്ങൾ കുറച്ച് പട്ടികളെ വീട്ടിൽ കൊണ്ടുപോയി വളർത്തുമെന്നാണ് പറഞ്ഞത് ഹൈക്കോടതി. മനസ്സിലായി? എന്തൊരു അവസ്ഥയാണ്. ഞാൻ ഇന്നൊരു ഒരു വിഷ്വൽ കാണായിരുന്നു. ഒരു ബൈക്ക് ഇടിച്ചിട്ട് 2 പേര് തെറിച്ച് പോവാണ്. പട്ടി റോട്ടിൽ ഓടിയിട്ടാണ് പറഞ്ഞത്. ഓടിക്കൊണ്ടിരിക്കുന്ന ബൈക്കിന് മുന്നിൽ വന്ന് ഇടിച്ച് വണ്ടി 2 തെറിക്കുകയാണ്. ഏതോ മനുഷ്യനാണ് വീഴുന്നത് കേട്ടോ. ഇതിനൊരു സാഹചര്യം, ഇതിനൊരു സംവിധാനം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ അകത്ത് വല്ലാത്തൊരവസ്ഥയാണ്. ഇത് ഒരു പ്രാഥമികാരോഗ്യ കേന്ദ്രം പൂട്ടിയിടേണ്ട അവസ്ഥ, പട്ടി കയറും എന്ന് പറഞ്ഞിട്ടുള്ള അവസ്ഥ എന്നല്ല ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇതൊക്കെയാണ് ചർച്ച, ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണല്ലോ ചർച്ച ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ ഇതൊന്നും ചർച്ച ചെയ്യാൻ ഇവർക്ക് നേരമില്ലല്ലോ, ഇതൊക്കെ ചർച്ച ചെയ്യാൻ നേരമില്ല. ശരി, ഈ അയ്യപ്പൻ്റെ സ്വർണ്ണം കട്ട കേസുമായി ബന്ധപ്പെട്ട് കുറേ നാളായല്ലോ, ഇപ്പോൾ 3-4 മാസം. അത് വിട്ടിട്ട് ജനങ്ങളെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഇനി ആകെ കുറച്ച് ദിവസം അവസാനം ഏത് കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷത്തിരുന്നിട്ട് MLA-മാരായ ആൾക്കാരാണ് ഈ പ്രതിപക്ഷത്തിൻ്റെ ജോലി എന്താ? ഭരണപക്ഷം കാണിക്കുന്ന തെറ്റുകൾ തിരുത്തുക, ഭരണപക്ഷത്തിൽ നിന്ന് ജനങ്ങൾക്ക് മേടിച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ മുഴുവൻ മേടിച്ചു കൊടുക്കുക എന്നുള്ള ലക്ഷ്യമാണ്. ആ കാര്യങ്ങൾ ഇനിയെങ്കിലും പറഞ്ഞ് 10-30 ദിവസം കൊണ്ട് തീർക്കുക എന്നുള്ളതാണ്. അപ്പം സഭാ തലം തിളച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മാത്രമല്ല കുറച്ച് നാളുകളായിട്ട് തിളയ്ക്കും നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇന്നിപ്പോൾ ചൂരൽമല മുണ്ടക്കയിലെ ദുരന്തബാധിതർക്കുള്ള വായ്പകൾ പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുന്നത് വന്നത് പ്രതിപക്ഷ സഭയിൽ ഉന്നയിച്ചിട്ടല്ല കേട്ടോ. ഇന്നത്തെ ദിവസം പ്രതിപക്ഷം അത് ഉന്നയിച്ചിരുന്നെങ്കിൽ ഈ തീരുമാനം എടുക്കുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് അവർക്ക് അവകാശപ്പെടാമായിരുന്നു. ഇത് ആ ക്രെഡിറ്റ് പോലും അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അല്ല, മിണ്ടുന്നില്ല, ആ വിഷയം ഇന്ന് ഉന്നയിച്ചിട്ട് പോലില്ല. അവിടെയാണ് ഇന്നിപ്പോൾ ഈ ക്യാബിനറ്റിൻ്റെ സർജിക്കൽ സ്ട്രൈക്ക്, നാളെ ബഡ്ജറ്റ് വരുന്നതിന് മുമ്പുള്ള വൻ പ്രഖ്യാപനങ്ങൾ. അപ്പോൾ സഭാതലം തിളച്ചോ എന്നുള്ളതാണ് ചോദ്യം. 3 പേര് യെസ്, ഒരാൾ നോ. Meet the editors.